കൊല്ലം കടക്കരയിൽ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണ ശ്രമം. മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയ വിവരം ഗൾഫിലിരുന്ന് വീട്ടുടമ CCTV ദൃശ്യങ്ങളിലൂടെ തത്സമയം കണ്ടതോടെ കള്ളന്മാരുടെ പദ്ധതി പാളി. വീട്ടുടമ ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജനങ്ങൾ സംഘടിച്ചതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കടയ്ക്കൽ കാട്ടാമ്പള്ളിയിലെ സുരേഷ്, മോഹനൻ എന്നിവരുടെ വീടുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 2 അംഗ മോഷണ സംഘം എത്തിയത്. മുഖം മറച്ചും കൈകളിൽ ഗ്ലൗസ് ധരിച്ചുമായിരുന്നു മോഷ്ടാക്കൾ എത്തിയത്. രാത്രിയോടെ കാട്ടാമ്പള്ളിയിലെത്തിയ സംഘം ആദ്യം മോഹനന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ കതക് പൊളിച്ച് അകത്തു കടന്നു. വീടിനകത്തെ അലമാരകളും മേശകളും കുത്തി തുറന്ന് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഘം തൊട്ടടുത്തുള്ള സുരേഷിന്റെ വീടിന്റെ മുൻഭാഗത്തെ കതക് പൊളിച്ച് അകത്തു കയറിയത്. അവിടെയും അലമാരകൾ കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം തുടങ്ങി. വീട്ടിൽ മോഷണശ്രമം നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഗൾഫിലുള്ള സുരേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപരിചിതരായ 2 പേർ വീടിനുള്ളിൽ കയറിയത് കണ്ട സുരേഷ് ഒട്ടും സമയം കളയാതെ നാട്ടിലുള്ള തന്റെ ബന്ധുക്കളെയും അയൽവാസികളെയും ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ ഒത്തുകൂടുകയും സുരേഷിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ നാട്ടുകാർ സംഘടിക്കുന്ന വിവരം മനസ്സിലാക്കിയ മോഷ്ടാക്കൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിൽ ഇങ്ങനെ കള്ളം കയറിയതായിട്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഇറങ്ങി വന്നതും. അവർ വന്നപ്പം പോലീസുകാരുമായിട്ട് ഞങ്ങൾ അവർ വീട്ടിനകത്ത് കയറിയപ്പം എല്ലാം കബോർഡുകളും മേശയും എല്ലാം തുറന്ന് വലിച്ചുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവർ കയറി CCTV ക്യാമറയിൽ നോക്കിയപ്പോൾ അവർ കള്ളന്മാർ ഇന്നത്തെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടതും. സംഭവം അറിഞ്ഞ് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. വീടുകളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിൽ നിന്നും പ്രതികളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ അടുത്തിടെ ജയിലിൽ നിന്നും ഇറങ്ങിയ കുറ്റവാളികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കാൻ കഴിയുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊല്ലം.